ഈ ഒരു ന്യൂസ് ഇപ്പോൾ എല്ലാവരും കണ്ടു കാണും. 14 വയസ്സായിട്ടുള്ള മൈനറിനെ കുറച്ചധികം പേര് പല സ്ഥലങ്ങളിൽ വെച്ച് പീഡിപ്പിച്ചു എന്നുള്ള വാർത്ത. ഇതൊരു ആൺകുട്ടിയാണ്. അപ്പോൾ ഒബ്വിയസ്ലി നമ്മൾ ഇങ്ങനത്തെ വാർത്തകൾ, പെൺകുട്ടികളെ ഇങ്ങനെ പീഡിപ്പിച്ച ഒരുപാട് വാർത്തകൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ കമൻറ്റ് ബോക്സുകളിൽ മിക്കവാറും ആൾക്കാർ ആ കുട്ടിയെയും കൂടെ ബ്ലെയിം ചെയ്യുന്ന തരത്തിലുള്ള കമൻസാണ് ഇടാറ്. സോ ഇവിടെ ഒരു ആൺകുട്ടിയാണ്, അപ്പോഴെങ്കിലും ആൾക്കാരുടെ ഒരു വിക്ടിം ബ്ലെയിമിങ് മെൻറ്റാലിറ്റി കുറച്ച് മാറിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ കമൻറ്റ് ബോക്സ് തുറന്നു നോക്കിയപ്പോൾ ഇവിടെ ആൾക്കാർ ഒബ്വിയസ്ലി വിക്ടിമിനെ തന്നെയാണ് ബ്ലെയിം ചെയ്യുന്നത്, ഒരു മൈനർ ആയിട്ട് കൂടെ. ആൻഡ് പിന്നെ ആണുങ്ങൾക്കെതിരെ അസോൾട്ട് നടക്കുമ്പോൾ അവിടെ ഒരു പ്രതി ഒരു സ്ത്രീ ആയിരുന്നെങ്കിൽ ഈ പെൺകുട്ടി ഈ ആൺകുട്ടീനെ പീഡിപ്പിച്ചത് സ്ത്രീകളായിരുന്നെങ്കിൽ ഇത് മൊത്തത്തിൽ വേറെ രീതിയിലേക്ക് പോയേനെ. കമൻസ് മൊത്തം ഒരു ഫൺ രീതിയിൽ ആൾക്കാർ അതിനെ നോർമലൈസ് ചെയ്തിട്ട് ഫണ്ണി ആയിട്ട് എടുത്ത് അങ്ങനെ ചെയ്തില്ല. അങ്ങനത്തെ കണ്ടന്റ് നമ്മളിതിന് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇതുപോലെ തന്നെ കമൻറ്റ് സെക്ഷൻ റിയാക്ഷൻ. പക്ഷേ ഇത് ആ രീതിയല്ല. ഇതിപ്പോൾ പ്രതികളും വിക്ടിമും ഒക്കെ മെയിൽസ് ആയതുകൊണ്ട് ആൾക്കാരുടെ കമൻസ് മൊത്തം ഹോമോഫോബിക് രീതിയിലേക്കാണ് പോകുന്നത്. അങ്ങനെ കുട്ടി 14 വയസ്സുള്ള ഒരു കുട്ടീനെയാണ് ആൾക്കാർ ബ്ലെയിം ചെയ്യുന്നത്, അല്ലാതെ ഈ കുട്ടീനെ മിസ്യൂസ് ചെയ്ത ആൾക്കാർ ഇത്രയും അതിലൊരു AEO ഉണ്ടെന്ന് പറയുന്നുണ്ട്, LDFിൻ്റെ UDFിൻ്റെയും പാർട്ടി ആൾക്കാരുണ്ടെന്ന് പറയുന്നുണ്ട്. ആൻഡ് അങ്ങനെ പല 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 സമൂഹത്തിൽ ഉന്നതമായ ആൾക്കാരുണ്ടെന്ന് പറയുന്നത്. അവരെ ഈ പറയുന്ന ആൾക്കാർ മിക്കവാറും കുടുംബവും കുട്ടികളുമായിട്ട് ജീവിക്കുന്ന ഒരാൾ AEO ആണ്, അതായത് വിദ്യാഭ്യാസ ഡയറക്ടറായിട്ട് എഡ്യൂക്കേഷൻ കുട്ടികളുമായിട്ട് ഇത്ര അടുത്ത ബന്ധമുള്ള ആളാണ്. അയാളെ പോയിന്റ് ഔട്ട് ചെയ്യാമെന്നല്ലാതെ ഇപ്പോൾ ആൾക്കാർ കുട്ടീനെ ബ്ലെയിം ചെയ്യുന്നതിലാണ് ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് കൂടുതൽ. ആൻഡ് ഇതിൽ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഈ കുട്ടികളുടെ ഭാഗത്തും തെറ്റെന്ന് പറയാൻ പറ്റില്ല. കാരണം 14 വയസ്സിൽ എന്നൊക്കെ പറയുമ്പോൾ കുട്ടി ഒരു ഹോമോസെക്ഷലും കൂടെ ആകുമ്പോൾ നമുക്ക് വളരെ ക്യൂരിയോസിറ്റി ഉള്ളൊരു പ്രായമാണ്, നമുക്ക് എല്ലാത്തിനെ പറ്റിയത് എങ്ങനെയാണെന്നൊക്കെ അറിയാനുള്ളൊരു കാര്യം. പക്ഷേ ഇതിൽ തെറ്റെന്ന് വെച്ചാൽ 14 വയസ്സായിട്ടുള്ള കുട്ടീൻ്റെ കയ്യിൽ ഫോണിൽ ഒരു പേരൻ്റൽ കൺട്രോളോ കാര്യമോ ഇല്ലാതെ ഫോൺ കുട്ടിയുടെ കയ്യിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് ഒന്ന്. ആൻഡ് ഡേറ്റിംഗ് ആപ്സിൽ കുട്ടി കയറുന്നു എന്നുള്ളത് പോലും പേരൻസിന് അറിയില്ലായിരുന്നു. ആൻഡ് ഡേറ്റിംഗ് ആപ്സിൽ ഒക്കെ ഉള്ള ലൂപ്പ് ഹോൾ എന്ന് വെച്ചാൽ 18 വയസ്സായവർക്ക് പ്രവേശനമുള്ളൂ എന്ന് പറയുമ്പോൾ ആർക്കും ഫേക്ക് ആയിട്ടൊരു ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടാക്കാൻ പറ്റുന്നേ ഉള്ളൂ. പക്ഷേ ഇത് കുറച്ച് നാൾ മുമ്പൊരു ഇത് വന്നിരുന്നു, നമ്മൾ എന്തൊരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമ്മുടെ ഏജ് വെരിഫൈ ചെയ്യാനായിട്ട് എന്തെങ്കിലും ID പ്രൂഫ് കാണിക്കണം എന്നുള്ള രീതിയിലുള്ള ഒരു ഡിസ്കഷൻ പണ്ട് വന്നിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു റെലവൻസ് ഇപ്പോൾ നമുക്കൊന്നും കൂടെ ഇങ്ങനത്തെ കാര്യങ്ങൾ കൊണ്ട് മനസ്സിലാക്കുകയാണ്. പിന്നെ പേരൻസിനോട് പറയാനുള്ളത്, മൈനറായിട്ടുള്ള കുട്ടികൾക്ക് ഇൻ്റർനെറ്റും ഒന്നും നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല ഇപ്പോഴത്തെ കാലത്ത്, പഠിക്കാനും എല്ലാത്തിനുമായിട്ട്. ബട്ട് യു ഷുഡ് ഹാവ് എ കൺട്രോൾ. അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ കുട്ടി എന്താ ചെയ്യുന്നതെന്നുള്ളതെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കണം.